ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം എന്ന 104-ാമത്തെ ക്ലാസ്സിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. വിരുദുലഭിച്ചവരം നാളിൽ ചൂടും പൊന്മുടിയെ താമസമില്ല തിരുസഭയെ കാലം തീരാറായി ക്രൂശിൽ മരിച്ചവനെ വേഗം കാണാം തേജസ്സിൽ അരികളെതിർത്തതിനാലേറ്റം ക്ഷീണിച്ചോപ്രാവേ വിരുദുലഭിച്ചവരം നാളിൽ ചൂടും പൊന്മുടി. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരൽപ്പം ചരിത്രം. അവിടുത്തെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹം UN അസംബ്ലിയിൽ പ്രസ്താവിച്ച ചില വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അല്പസമയത്തേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹം പറയുന്നത് ഇന്ന് ലോകത്തിലെ യഹൂദന്മാർ 2 കോടിയിൽ താഴെ മാത്രമേ ഉള്ളൂ. അമേരിക്കയിലെ 63 ലക്ഷം ജനങ്ങളുണ്ടെന്നും ഫ്രാൻസിൽ 4,38,500 പേര്, കാനഡയിൽ 4 ലക്ഷം പേര്, മിക്ക രാജ്യങ്ങളിലും യഹൂദന്മാർ അവിടെ താമസമുണ്ട്. ഇനി അടുത്തത് പറയുന്നത് ഇറാഖിൽ ഏകദേശം 8 കോടി ഇപ്പോൾ ജനമുണ്ട്. യാതൊരു കാരണവുമില്ലാതെ അവർ മിസൈലുകൾ ഞങ്ങൾക്കെതിരെ വിട്ടു, ഞങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ ഇപ്രകാരമാണ്: 75 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ സ്വന്തമായ രാജ്യമില്ലായിരുന്നു. 75 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ രാജ്യത്തിന്റെ പുറത്തായിരുന്നു. എന്നാൽ 75 വർഷത്തിനു മുമ്പേ ഞങ്ങൾ ഇസ്രായേലിൽ കുടിപാർക്കുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം നൽകി. അന്ന് ഞങ്ങൾ 65,000 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ താമസം ആരംഭിച്ചപ്പോൾ അയൽ രാജ്യങ്ങളായിരിക്കുന്ന ലെബനൻ, സിറിയ, ഇറാഖ്, യോർദാൻ, ലിബിയ, സൗദിയ, ഇറാൻ ഒരുമിച്ച് ഈ 7 രാജ്യങ്ങൾ ഞങ്ങളെ പരാജയപ്പെടുത്തുകയല്ല, ഞങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ 7 രാജ്യങ്ങളും ഞങ്ങളുടെ മുമ്പിൽ പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. 60% മരുഭൂമിയായിരുന്നു ഞങ്ങൾക്ക് ഐക്യരാഷ്ട്രം തന്നത്. ഇപ്പോൾ ഞങ്ങളത് ചോര നീരാക്കി ഞങ്ങളത് പച്ചപ്പ് പിടിപ്പിച്ചു. അടുത്ത അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫറവോയിൽ നിന്ന് രക്ഷപ്പെട്ടു, റോമാക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു, ഗ്രീസ്, സ്പെയിൻ, ഹിറ്റ്ലർ, സദാം ഇവരിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടു. നോക്കിക്കേ, ഈ കൊച്ചു രാജ്യം, ഞാൻ പറഞ്ഞ ക്രോഡീകരിച്ച് സംസാരിക്കുന്നത്, എന്തെല്ലാം പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നുപോയെങ്കിലും നിൽക്കുന്നതിന്റെ കാര്യം ദൈവമുണ്ട്. ലോകത്തിലെ എത്ര നിരീശ്വരന്മാരും വിളിച്ചു എന്ന് പറഞ്ഞാലും ഇതിന്റെ പുറകിൽ ഒരു ദൈവം, യഹൂദനുണ്ട്, ഇസ്രായേലിനുണ്ട്. അതുകൊണ്ട് അവന് പരാജയം സംഭവിക്കയില്ല. ഇനിയും അദ്ദേഹത്തിന്റെ വാക്കുകളെ ഭീകര സംഘടന ആയിരിക്കുന്ന ഹിസ്ബുള്ള, ഹമാസ് എന്നിവർ ഞങ്ങളെ വെറുതെ ഉപദ്രവിച്ചു, ഞങ്ങൾ പ്രതികരിച്ചു. 52 തവണ യെരുശലേമിനെ ആക്രമണമുണ്ടായി. 1 തവണയല്ല, 52 തവണ. പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ടില്ല. പരാജയപ്പെടാത്തതിന്റെ കാര്യം ദൈവത്തിന്റെ പ്രവചനങ്ങളും യേശുവിന്റെ വരവും അടുത്തിരിക്കുന്നതുകൊണ്ട് ഈ പ്രവചനങ്ങളൊക്കെ നിറവേറാൻ വേണ്ടിയാണ്
അവർ പരാജയപ്പെടാത്തത്. യെരൂശലേം ദൈവാലയം 3 പ്രാവശ്യം അവരെ നശിപ്പിച്ചു. ഞങ്ങൾ മരുഭൂമിയെ പച്ചപ്പാക്കി. ഞങ്ങൾ സേവനത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ലോകത്തിലെ പല രോഗങ്ങൾക്ക് ഞങ്ങൾ മരുന്ന് കണ്ടുപിടിക്കുവാൻ ഇടയായി തീർന്നു. അടുത്ത തന്റെ വാക്കുകളെ, ഞങ്ങൾക്ക് നേരെ യുദ്ധത്തിന് വരുന്നവരെ ഞങ്ങൾ പ്രതികരിക്കും. ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളുക, ഈ 51 പ്രാവശ്യം യെരൂശലേമിനെ ആക്രമിക്കാൻ വേണ്ടി അയൽരാജ്യങ്ങൾ വന്നു. ഇവർ ഒരു പ്രാവശ്യം പോലും അങ്ങോട്ട് യുദ്ധത്തിന് പോയില്ല. ഇവർ അങ്ങോട്ട് ഒരു രാജ്യത്തെ വടക്കുണ്ടാക്കാൻ പോയില്ല. അയൽ രാജ്യങ്ങളാണ് ഇവർക്കെതിരെ വന്നിരിക്കുന്നത്. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഈ അയൽ രാജ്യങ്ങൾക്ക് ചിന്തിക്കുവാൻ ഇഷ്ടം പോലെ അവസരമുണ്ട്. എന്തുകൊണ്ട് ഈ കൊച്ചു ഇസ്രായേൽ പരാജയപ്പെടുന്നില്ല? അവരില്ലാതാകുന്നില്ല, അവർ നശിക്കുന്നില്ല എന്ന് അവരൊന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോട് ഒന്ന് ചോദിച്ചറിഞ്ഞില്ലെങ്കിൽ, ഒന്നും വേണ്ട, ഇവര് ബൈബിൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെടുകയെന്നുള്ള പ്രവചനങ്ങളെ 100 കണക്കിനുള്ളത് അവർക്ക് പഠിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ ദോഷമുണ്ടാകുകയില്ലായിരുന്നു. അതിന് അദ്ദേഹത്തിന്റെ വാക്കുകളെ, 75 വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ യെരൂശലേമിന്റെ പുറത്തായിരുന്നു, ഞങ്ങളിപ്പോൾ യെരൂശലേമിലാണ്. ഞങ്ങളുടെ ഉള്ളിൽ യെരൂശലേമുണ്ട്. ഇനിയും യെരൂശലേമിനെ ആരും തകർക്കയില്ല. അടുത്ത തന്റെ വാക്കുകളെ, ഞങ്ങൾ ലോകത്തിന്റെ വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേലിൽ ഇപ്പോൾ 93 ലക്ഷം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കണക്കനുസരിച്ച് 150 കോടി ജനങ്ങളാണുള്ളത്. കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനങ്ങൾ ഉണ്ട്. എന്നാൽ ഈ കൊച്ചു രാജ്യം, ആളുകൾ ചുരുക്കമുള്ള രാജ്യം, 1 കോടി താഴെയുള്ളവര് പല പ്രാവശ്യ യുദ്ധങ്ങളാൽ അവർക്ക് നേരിട്ടായ ബുദ്ധിമുട്ടുകൾ, അവരൊത്തിരി പേർ കൊല്ലപ്പെട്ടു. എന്നിട്ടും ഇസ്രായേൽ നിൽക്കാനുള്ള കാരണം എന്താന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഇതാണ് വിഷയം, വേറെ ഒന്നുമല്ല. യെശയ്യാ പ്രവചനം 44:6, ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവൻ വീണ്ടെടുപ്പുകാരനാണ്. വളരെ ശ്രദ്ധിക്കുക, അവനാണ് വീണ്ടെടുപ്പുകാരൻ. നമ്മുടെ ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനും, ഞാനല്ലാതെ ഒരു ദൈവമില്ല. ശ്രദ്ധിക്കണം, ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവന്റെ വീണ്ടെടുപ്പുകാരൻ. ആരുടെ? ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരൻ. അതുകൊണ്ടാണ് ഇസ്രായേൽ പരാജയപ്പെടാത്തത്. ഇസ്രായേലിന്റെ രാജാവ് ഇപ്പോഴും നമ്മുടെ കർത്താവ് തന്നെ ബൈബിളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വശം ശ്രദ്ധിക്കൂ, ദൈവമക്കളെ, ദൈവവചന പ്രസാരപ്പെട്ട വിശുദ്ധിയോട് ജീവിക്കുന്നവരുടെ രാജാതി രാജാവും കർത്താതി കർത്താവും നമ്മുടെ ദൈവമാണ് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഭാരതത്തിനോട് പ്രാർത്ഥിക്കുക. വലിയൊരു ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങളും അംഗമാകുക. ദൈവം അനുഗ്രഹിക്കും.